പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ്റെയും VHSC കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിൻ്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന സുവോളജി ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ പാർട്ട് 3യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്, ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ. ഈ പ്രധാനപ്പെട്ട 3 ടോപ്പിക്കുകളാണ് ഇന്നത്തെ നമ്മൾ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യ ടോപ്പിക്കായ ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ടോപ്പിക്കിൻ്റെ ഇൻട്രൊഡക്ഷൻ നമുക്ക് ആദ്യം നോക്കാം. മെൻഡൽ സ്റ്റാർട്ടഡ് ഹിസ് വർക്ക് ഇൻ 1856 and published his work on inheritance of characters in 1865. But it remained unrecognized till 1900 for several reasons. The reasons are given below. 1. Due to the lack of communication in those days, his work could not be widely publicized. 2. His concept of genes or factors, traits, alleles and their unblending, etc. were not accepted by his contemporaries. 3. Mendel's approach of using mathematics to explain biological process was totally a new and unacceptable for many of the biologists of that time. 4. He could not provide any physical proof for the existence of factors or say what they are made of. അതായത് ഗ്രിഗർ മെൻഡൽ തൻ്റെ പരീക്ഷണങ്ങൾ 1856 ആരംഭിച്ചു. തുടർന്ന് 1865 തൻ്റെ പാരമ്പര്യ സ്വഭാവ നിയമങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. എന്നാൽ 1900 വരെ ഇത് ആരാലും തിരിച്ചറിയപ്പെടാതെ ഇരുന്നു. ഇതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. 1. വാർത്താ വിനിമയത്തിൻ്റെ അപര്യാപ്തത. 2. അദ്ദേഹത്തിൻ്റെ ഫാക്ടേഴ്സ്, ട്രെയ്റ്റ്സ്, അലീൽസ് ഇവ സമകാലിക ശാസ്ത്രജ്ഞർ സ്വീകരിച്ചില്ല. പ്രകൃതിയിലെ തുടർച്ചയായ വ്യതിയാനങ്ങൾ വിശദീകരിക്കാനും ഇവ പര്യാപ്തമായിരുന്നില്ല. 3. തൻ്റെ പരീക്ഷണങ്ങൾ വിശദീകരിക്കാനായി മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഗണിതശാസ്ത്രത്തിലെ തത്വങ്ങൾ ഉപയോഗിച്ചതും പല ജീവശാസ്ത്രജ്ഞർക്കും സ്വീകാര്യമായില്ല. 4. ഗ്രിഗർ മെൻഡലിന് ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതിന് വ്യക്തമായ ഒരു ഭൗതിക തെളിവും കൊടുക്കാൻ സാധിച്ചില്ല. എന്നു മാത്രമല്ല, ഇത് എന്ത് പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നു എന്നതും അദ്ദേഹത്തിന് വിശദീകരിക്കാനായില്ല. ഈ കാരണങ്ങൾ കൊണ്ടാണ് 1900 വരെ അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ ആരാരും തിരിച്ചറിയപ്പെടാതെ ഇരിക്കാനുള്ള കാരണം. Later in 1884, Gregor Mendel died. In 1900, 3 scientists, Hugo de Vries, Carl Correns and von Schermack, rediscovered Mendelian findings independently. Due to the advancements in microscopy, scientists were able to carefully observe cell divisions and chromosome movements. Chromosomes are found to be colored bodies in the nucleus of the cell. In 1902, the chromosome movements during meiosis had been worked out. 1884 ഗ്രിഗർ മെൻഡൽ മരണപ്പെട്ടു. 1900 3 ശാസ്ത്രജ്ഞന്മാരായ ഹ്യൂഗോ ഡി വ്രിസ്, കോൾ കോറൻസ്, വോൺ ഷെർമാക്ക് ഇവർ സ്വതന്ത്രമായി ഗ്രിഗർ മെൻഡലിൻ്റെ കണ്ടെത്തലുകളെ പരീക്ഷിച്ച് മെൻഡലിൻ്റെ പരീക്ഷണ തത്വങ്ങളെ പുനരാവിഷ്കരിച്ചു. മൈക്രോസ്കോപ്പിയുടെ കണ്ടുപിടുത്തവും മൈക്രോസ്കോപ്പിലൂടെ കോശ വിഭജന ഘട്ടങ്ങളും ഒരു കോശത്തിൻ്റെ മർമ്മത്തിലെ നിറമുള്ള വസ്തുക്കളായ ക്രോമസോമുകളുടെ കണ്ടെത്തലും ക്രോമസോമുകളുടെ ചലനത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുകളും ഇവരുടെ കണ്ടെത്തലുകൾക്ക് സഹായകരമായി മാറി. 1902 ഊനഭംഗ സമയത്ത് ക്രോമസോമുകൾ ചലിക്കുന്നു എന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇനി നമുക്ക് ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്താണെന്ന് പഠിക്കാം. Chromosome theory of inheritance was proposed by Walter Sutton and Theodore Boveri in 1902. According to Sutton and Boveri, the behavior of chromosomes was parallel to the behavior of genes. That is, the behavior of chromosomes and genes are
parallel. They used the knowledge of chromosome movements to explain Mendel's laws. The important things to remember are that chromosomes as well as genes occur in pairs. The two alleles of a gene pair are located on homologous sites or loci on homologous chromosomes. 1902 വാൾട്ടർ സട്ടൺ ആൻഡ് തിയോഡർ ബൊവറി എന്നിവരാൽ കണ്ടെത്തിയ ഒരു സിദ്ധാന്തമാണ് പാരമ്പര്യ പ്രേക്ഷണത്തിൻ്റെ ക്രോമസോം സിദ്ധാന്തം അഥവാ ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. ഇവരുടെ അഭിപ്രായത്തിൽ ക്രോമസോമുകളുടെയും ജീനുകളുടെയും പെരുമാറ്റം സമാന്തരമാണ്. മാത്രമല്ല, ഊനഭംഗ സമയത്ത് ക്രോമസോമിൻ്റെ ചലനം മെൻഡലിൻ്റെ തത്വങ്ങളെ വിശദീകരിക്കുന്നു എന്നും ഇവർ മനസ്സിലാക്കി. ഇതിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം ക്രോമസോമുകളും ജീനുകളും ജോഡികളായി കാണുന്നു. ഒരു ജീനിൻ്റെ 2 അലീലുകളും സമരൂപ സ്ഥാനങ്ങളിൽ, ഒരേ സ്ഥാനങ്ങളിൽ സ്വരൂപ ക്രോമസോമുകളിൽ അല്ലെങ്കിൽ ഹോമലോഗസ് ക്രോമസോമുകളിൽ കാണുന്നു. ഇത് നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം. ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് തുടരുന്നു. ഇനി നമുക്ക് ജീനുകളുടെയും ക്രോമസോമുകളുടെയും സ്വഭാവങ്ങൾ ഒരുപോലെയാണോ എന്ന് പരിശോധിക്കാം. ആദ്യമായി ഊനഭംഗ സമയത്തുള്ള ക്രോമസോമുകളുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം ജീനുകളും അലീലുകളും പുതിയ പ്രോജനീസിലേക്ക് കൈമാറ്റപ്പെടുന്നത് ഗ്യാമേറ്റുകളിലൂടെയാണ്. ഈ ഗ്യാമേറ്റുകൾ ഉണ്ടാകുന്നത് ഊനഭംഗത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഊനഭംഗ സ്റ്റേജിലെ അല്ലെങ്കിൽ മിയോസിസ് സ്റ്റേജിലെ ക്രോമസോമുകളുടെ ബിഹേവിയർ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ടാസ്ക്കാണ്. ആ ടേബിൾ ശ്രദ്ധിക്കുക. ആ ടേബിളിൽ ക്രോമസോമൽ ബിഹേവിയർ ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് ക്രോമസോംസ് ഇൻ മിയോസിസ് വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നു. മിയോസിസ് റിസൾട്ട്സ് ഇൻ ഗ്യാമേറ്റ് ഫോർമേഷൻ. സോ ഊനഭംഗ സമയത്ത് ക്രോമസോമുകളിൽ ഉണ്ടാകുന്ന മാറ്റം എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ആദ്യമായി മിയോസിസിലെ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. നിങ്ങളിത് നേരത്തെ പഠിച്ചതാണ്. 1. ഇൻ്റർഫേസ്. ഇതിൽ 3 സബ് ഫേസുകളുണ്ട്. G1 ഫേസ്, S ഫേസ്, G2 ഫേസ്. 2. M ഫേസ്. ഇതിൽ 2 സബ് ഫേസുകളുണ്ട്. മിയോസിസ് 1 ആൻഡ് മിയോസിസ് 2. ആദ്യമായി ഈ ഓരോ വ്യത്യസ്ത സ്റ്റേജുകളിലും നടക്കുന്ന ക്രോമസോമിൻ്റെ സ്വഭാവത്തിലും അതിലെ മൂവ്മെൻറ്റിലുമുള്ള മാറ്റങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഫസ്റ്റ് 1, G1 ഫേസ്. ഇവിടെ നമുക്കറിയാം ക്രോമസോം നമ്പർ 4 ഒരു 4 ക്രോമസോം ഉള്ള ഒരു സെല്ലാണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ആ സെല്ലിൻ്റെ ക്രോമസോം നമ്പർ 4. അതുപോലെ ജീനോം എമൗണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് 2C എന്നാണ്. ആ ചിത്രം കാണുക. ചിത്രത്തിൽ നിങ്ങൾക്ക് 4 ക്രോമസോമുകൾ കാണാം. ഇനി സെക്കൻഡ് ചേഞ്ച്. DNA replication occurs at S phase. S phase is the synthetic phase. So genome amount doubles. That is 2C becomes 4C. അത് നമുക്ക് വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഇവിടെ ഉണ്ടായ ജീനോമിൻ്റെ എമൗണ്ട് ഡബിൾ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മളത് 2C 4C എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ ചേഞ്ച് ഇൻ ദ G2 phase, the phase after S phase. Chromosome number remains the same, that is 2n is equal to 4, but the genome amount already doubled 2C to 4C in the S phase. ചിത്രം കാണുക. ക്രോമസോം നമ്പർ 4, ക്രോമസോം എമൗണ്ട് ഡബിൾ ചെയ്തിരിക്കുന്നു 2C 4C. ഫോർത്ത് ചേഞ്ച് M phase. M phase start with karyokinesis. Karyokinesis have 4 stages: prophase, metaphase, anaphase and telophase. During zygote stage of prophase 1, അതായത് prophase 1-ലെ സൈഗോട്ടിൻ സ്റ്റേജിൽ എന്ത് മാറ്റം നടക്കുന്നു എന്ന് ശ്രദ്ധിക്കുക.
The homologous chromosome starts pairing. These pairs of homologous chromosomes are called bivalents. And the process of pairing of homologous chromosome is called synapsis. ആ ചിത്രം ശ്രദ്ധിക്കുക. ആ ചിത്രത്തിൽ നിങ്ങൾക്ക് ബൈവാലന്റ് ക്രോമസോമുകൾ കാണാം. ഇങ്ങനെയുള്ള ഈ പെയറിംഗ് പ്രോസസ്സിനെ നമ്മൾ സിനാപ്സിസ് എന്ന് പറയുന്നു. അതുകൊണ്ട് സൈഗോട്ടിൻ സ്റ്റേജിലെ പ്രധാന മാറ്റമാണ് ഫോർമേഷൻ ഓഫ് ബൈവാലൻസ്, ദാറ്റ് ഈസ് ദ പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ്. ഇനി നമുക്ക് ഫിഫ്ത്ത് ചേഞ്ച് എന്താണെന്ന് പഠിക്കാം. അത് മെറ്റാഫേസ് 1-ലാണ്. ബൈവാലന്റ് ക്രോമസോംസ് അറേഞ്ച്ഡ് അറ്റ് ഇക്വട്ടോറിയൽ പ്ലേറ്റ്. അതായത് ബൈവാലന്റ് ക്രോമസോംസ് സ്പിൻഡിൽ ഫൈബേഴ്സിൻ്റെ സഹായത്താൽ ഒരു സെല്ലിൻ്റെ മധ്യഭാഗത്ത് ലീനിയറായിട്ട് അറേഞ്ച് ചെയ്യുന്നു. ഇതാണ് മെറ്റാഫേസ് പ്ലേറ്റ്. ആ ചിത്രം ശ്രദ്ധിക്കുക. ഇനി സിക്സ്ത് ചേഞ്ച്, അനാഫേസ് 1. ഡ്യൂറിങ് അനാഫേസ് 1, homologous chromosomes will separate each other and goes to opposite poles without the division of the centromere. അതായത് അനാഫേസ് 1-ൽ സ്പിൻഡിൽ ഫൈബേഴ്സിൻ്റെ കൺട്രാക്ഷൻ കാരണം ഹോമോലോഗസ് ക്രോമസോമുകൾ സെപ്പറേറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് പോൾസിലേക്ക് പോകുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെൻട്രോമിയർ കട്ട് ചെയ്യുന്നില്ല. സെൻട്രോമിയർ കട്ട് ചെയ്യാതെ തന്നെ ഹോമോലോഗസ് ക്രോമസോംസ് ഓപ്പോസിറ്റ് പോൾസിലേക്ക് പോകുന്നു. ഇതാണ് അനാഫേസ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതൊരു ക്രോമസോം മൂവ്മെൻ്റ് ആണ്. ഇതിന് കാരണമാകുന്നത് സ്പിൻഡിൽ ഫൈബറിൻ്റെ കൺട്രാക്ഷനും ആണ്. ഇനി ആ ചിത്രം ശ്രദ്ധിക്കുക. അവിടെ നിങ്ങൾക്ക് അനാഫേസ് മൂവ്മെൻ്റ് വ്യക്തമായി മനസ്സിലാക്കാം. സ്പിൻഡിൽ ഫൈബേഴ്സുകൾ കൺട്രാക്ട് ചെയ്യുകയും അത് തൽഫലമായിട്ട് ഹോമോലോഗസ് ക്രോമസോമുകൾ സെൻട്രോമിയർ കട്ട് ചെയ്യാതെ തന്നെ വ്യത്യസ്ത പോളുകളിലേക്ക് ചലിക്കുന്നത് നിങ്ങൾക്കവിടെ കാണാം. അനാഫേസ് 1 ഈസ് ഫോളോഡ് ബൈ ടീലോഫേസ് 1. Telophase 1 is followed by cytokinesis 1. After cytokinesis 1, how many daughter cells are formed? Yes, 2 daughter cells. So, at the end of meiosis 1, 2 daughter cells are formed. These 2 daughter cells act as mother cells for the next meiosis, that is meiosis 2. തുടരുന്നു. മിയോസിസ് 1-നും മിയോസിസ് 2-നും ഇടയിലായി ഒരു ഷോർട്ട് ലിവ്ഡ് സ്റ്റേജ് ഉണ്ട്. ഇതിനെ ഇന്റർകൈനസിസ് എന്ന് പറയുന്നു. നമുക്ക് മിയോസിസ് 2-ലേക്ക് പ്രവേശിക്കാം. മിയോസിസ് 2 again starts with karyokinesis and ends with cytokinesis 2. The karyokinesis has prophase 2, metaphase 2, anaphase 2 and telophase 2. ഇനി നമുക്ക് മേജർ ചേഞ്ചുകൾ ശ്രദ്ധിക്കാം. 7th ചേഞ്ച് മെറ്റാഫേസ് 2. മെറ്റാഫേസ് 2-ലാണ് 7ാമത്തെ പ്രധാനപ്പെട്ട ചേഞ്ച് നടക്കുന്നത്. ഹോമോലോഗസ് ക്രോമസോംസ് അറേഞ്ച്ഡ് ഓൺ ഇക്വട്ടോറിയൽ പ്ലെയിൻ ഓർ ഇക്വട്ടോറിയൽ പ്ലേറ്റ്. അതായത് ആ ചിത്രം ശ്രദ്ധിക്കുക. സ്പിൻഡിൽ ഫൈബേഴ്സിൻ്റെ സഹായത്താൽ ഹോമോലോഗസ് ക്രോമസോമുകൾ സെല്ലിൻ്റെ ഇക്വട്ടോറിയൽ ലൈനിൽ അല്ലെങ്കിൽ സെൻട്രൽ ലൈനിൽ അലൈൻ ചെയ്യുന്നു. ചിത്രം ശ്രദ്ധിക്കുക. 8th ചേഞ്ച് അനാഫേസ് 2-ലാണ്. Anaphase 2 starts with the contraction of spindle fiber that leads to the division of centromere. ഇതാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. അനാഫേസ് 2-ൽ സെൻട്രോമിയർ ഡിവൈഡ് ചെയ്യുന്നു. അനാഫേസ് 1-ൽ സെൻട്രോമിയർ ഡിവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ അനാഫേസ് 2 സ്റ്റാർട്ട്സ് വിത്ത് കൺട്രാക്ഷൻ ഓഫ് സ്പിൻഡിൽ ഫൈബർ ദാറ്റ് ലീഡ്സ് ടു ദ ഡിവിഷൻ ഓഫ് സെൻട്രോമിയർ. The chromatids of homologous chromosomes will get separated. Now, the chromatids of homologous chromosomes moves to opposite poles. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, in anaphase 1, homologous chromosomes separated as a whole without the division of centromere. But in anaphase 2, the homologous chromosomes get separated with the division of centromere. That means chromatids of homologous chromosomes get separated and goes to opposite poles. ഈ രണ്ട് വ്യത്യാസങ്ങളും ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതായത് അനാഫേസ് 1-ൽ ഹോമോലോഗസ് ക്രോമസോംസുകൾ മുഴുവനായി ഓപ്പോസിറ്റ് പോൾസിലേക്ക് പോകുന്നു. കാരണം അവിടെ സെൻട്രോമിയർ ഡിവൈഡ് ചെയ്യുന്നില്ല. എന്നാൽ അനാഫേസ് 2-ൽ സെൻട്രോമിയർ കട്ടാകുന്നത് കൊണ്ട് ഹോമോലോഗസ് ക്രോമസോംസിൻ്റെ ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റ് ആയി ഈ ക്രൊമാറ്റിഡ്സ് ആണ് ഓപ്പോസിറ്റ് പോൾസിലേക്ക് പോകുന്നത്. Now, the 9th change.
At the end of meiosis, that is telophase 2 followed by cytokinesis, 4 daughter cells are formed from a single parent cell of meiosis 1. So we get 4 gametes with a chromosome number 2 each. ആ ചിത്രം ശ്രദ്ധിക്കുക. നിങ്ങൾക്കവിടെ 4 ഡോട്ടർ സെൽസുകൾ കാണാം. ഈ 4 ഡോട്ടർ സെൽസിൻ്റെ ക്രോമസോം നമ്പർ 4ൻ്റെ നേരെ പകുതിയായ 2 ഈ 4 ഗാമേറ്റ് സെല്ലുകളും ഉണ്ടായിരിക്കുന്നത് ഒരു പാരൻ്റൽ സെല്ലാണ്. അതായത് മിയോസിസ് 1ലെ ഒരു പാരൻ്റൽ സെല്ലിൽ നിന്നാണ് ഈ 4 ഡോട്ടർ സെൽ ഉണ്ടായിരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. ഇത്രയുമാണ് ഊനഭംഗ സമയത്ത് ക്രോമസോമിൻ്റെ സ്വഭാവത്തിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളും ക്രോമസോംസിൻ്റെ മൂവ്മെൻറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അവ എങ്ങനെ ഇൻഹെറിറ്റൻസിനെ സ്വാധീനിക്കുന്നുവെന്നും ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. ഇതാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. ബൊവേറി ആൻഡ് സട്ടൺ ഇവർ രണ്ടുപേരും ക്രോമസോംസിൻ്റെ ഈ നേച്ചറും ഈ സ്വഭാവവും അവയുടെ മൂവ്മെൻറ്റിനെ കുറിച്ചുമാണ് കൂടുതൽ പഠിക്കുകയും അതിലൂടെ ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന സിദ്ധാന്തം ആവിഷ്കരിക്കുകയും ചെയ്തത്. We already studied that in 1902 Sutton and Boveri discovered chromosome theory of inheritance. According to them, the behavior of genes and chromosomes are parallel to each other. Now we can compare the behavior of genes and the behavior of chromosomes. Look at the table. According to Gregor Mendel, each inherited character is controlled by discrete units called factors. The factors occur in pairs called alleles. അതായത് ഒരേ പാരമ്പര്യ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഏകകങ്ങളാണ് ഘടകങ്ങൾ. ഇവ ജോഡികളായി കാണുന്നു. അവയെ അലീലുകൾ എന്ന് പറയുന്നു. Similarly, according to Sutton and Boveri, the chromosomes with these factors also occur in pairs. They are called homologous chromosomes. ഇനി സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. According to Gregor Mendel, factors of a gene will separate during gamete formation by meiosis. So each gamete has only one allele or one factor. Similarly, according to Sutton and Boveri, each chromosomes of the homologous pairs will separate during gamete formation, that is meiosis. So each gamete receives only one chromosome of the homologous pairs. അതായത് മെൻഡലിൻ്റെ അഭിപ്രായത്തിൽ ഒരു ജീനിൻ്റെ ഒരു അലീൽ അല്ലെങ്കിൽ ഒരു ഫാക്ടർ മാത്രം ഒരു ഗാമേറ്റിലേക്ക് പോകുന്നു. ആ ഡയഗ്രാം ശ്രദ്ധിക്കൂ. ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഹൈറ്റിനെ നിയന്ത്രിക്കുന്ന 2 അലീലുകളാണ് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. ഇതിൽ ഒരു അലീലായ ക്യാപിറ്റൽ ടി ഒരു ഗാമേറ്റിലേക്കും മറ്റേ അലീലായ സ്മോൾ ടി മറ്റൊരു ഗാമേറ്റിലേക്കും പോകുന്നത് നിങ്ങൾക്കവിടെ കാണാൻ കഴിയും. അതുപോലെ സട്ടൺ ആൻഡ് ബവറിയുടെ അഭിപ്രായത്തിൽ ഒരു ഹോമലോഗസ് ക്രോമസോം പെയറിലെ ഒരു ക്രോമസോം മാത്രം ഒരു ഗാമേറ്റിലേക്ക് പ്രവേശിക്കുന്നു. ആ ചിത്രം ശ്രദ്ധിക്കുക. അവിടെ ഒരു ഹോമലോഗസ് പെയർ ക്രോമസോംസ് നിങ്ങൾക്ക് ആദ്യം കാണാം. ഗാമേറ്റ് ഫോർമേഷൻ സമയത്ത് ഇവ രണ്ടും സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. സെപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ഈ ഹോമലോഗസ് ക്രോമസോംസിലെ ഓരോ ക്രോമസോമും ഓരോ ഗാമേറ്റുകളിലേക്ക് പ്രവേശിക്കുന്നത് നിങ്ങൾക്ക് അവിടെ കാണാം. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ നോക്കൂ. അക്കോർഡിംഗ് ടു ഗ്രിഗർ മെൻഡൽ, ഫാക്ടേഴ്സ് ഓഫ് എ ജീൻ ക്യാൻ അസോർട്ട് ഇൻഡിപെൻഡൻ്റ്ലി. താഴെ കൊടുത്തിരിക്കുന്ന ജീനോടൈപ്പ് ശ്രദ്ധിക്കൂ. അവിടെ ഡബിൾ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ 4 അലീലുകൾ കാണാം. ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ. 2 pairs of alleles of 2 genes involved in a cross, the segregation of one pair of allele of a gene is independent of the other pair of allele of the other gene. ഒന്നുകൂടെ പറയാം. When 2 pairs of alleles of 2 genes involved in a cross, ആ ഡയഗ്രാം ശ്രദ്ധിക്കുക. The segregation of one pair of allele of a gene is independent of the other pair of alleles of other gene. So, 50% of capital R gametes have capital Y and small y. Similarly, 50% of small r gametes
have capital Y and small y. So, due to the independent assortment of alleles, we get 4 different types of gametes. One with a capital R, capital Y, another with a capital R, small y, another one with a small r, capital Y, and yet another one with a small r, small y. Similarly, according to Sutton and Bowery, chromosomes in a homologous pairs also assort independently. ആ ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ നിങ്ങൾക്ക് 2 പെയർ ഹോമലോഗസ് ക്രോമസോമുകൾ കാണാം. ഈ ഹോമലോഗസ് പെയർ ക്രോമസോംസിലെ ഓരോ ക്രോമസോമും സെപ്പറേറ്റ് ചെയ്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അസോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ 4 ഗ്യാമറ്റുകൾ ഫോം ചെയ്യുന്നു. ഈ 4 ഗ്യാമറ്റുകളിലേക്ക് ഇൻഡിപെൻഡൻ്റായി അസോർട്ട് ചെയ്ത ഹോമലോഗസ് ക്രോമസോമുകൾ പ്രവേശിക്കുന്നതും നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ 2 പെയർ ഹോമലോഗസ് ക്രോമസോംസിലെ 4 ക്രോമസോമുകളും ഒരേ പ്രപ്പോർഷനിൽ 4 ഗ്യാമറ്റുകളിലായി പ്രവേശിക്കുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. The conclusion. Sutton and Bowery argued that the pairing and separation of a pair of chromosomes would lead to the segregation of a pair of factors they carried. Sutton combined his knowledge of chromosome segregation with Mendelian principles and formulated the chromosome theory of inheritance. അതായത് ക്രോമസോമുകൾ ജോഡി ചേരുന്നതും വേർപിരിയുന്നതും ചെയ്യുന്നത് മൂലം അതിലെ ഘടകങ്ങൾ അഥവാ അലീലുകൾ ജോഡി ചേരുന്നതിനും വേർപിരിയുന്നതിനും കാരണമാകുന്നു എന്ന് സട്ടണും ബവറിയും വാദിച്ചു. അവസാനം സട്ടൺ തൻ്റെ ക്രോമസോമുകളുടെ വേർപിരിയലിനെക്കുറിച്ചുള്ള അറിവ് ഗ്രിഗർ മെൻഡലിൻ്റെ തത്വങ്ങളോട് യോജിപ്പിച്ച് പാരമ്പര്യ പ്രേക്ഷണത്തിൻ്റെ ക്രോമസോം സിദ്ധാന്തങ്ങൾ അഥവാ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ആവിഷ്കരിച്ചു. ഇനി നമുക്ക് ക്രോമസോംസിൻ്റെ ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ് പോസിബിലിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കാം. ആ മിയോട്ടിക് സെല്ല് ശ്രദ്ധിക്കുക. അതിന് 4 ക്രോമസോംസ് ആണ് ഉള്ളത്. ഓറഞ്ച് മഞ്ഞ നിറങ്ങളിൽ ഉള്ള നീളമുള്ള ക്രോമസോമും പച്ച ചുവപ്പ് നിറങ്ങളിൽ ഉള്ള ചെറിയ ക്രോമസോമുകളും നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും. ഊനഭംഗം 1-ലെ അനാഫേസ് 1-ൽ ഈ 2 പെയർ ഹോമലോഗസ് ക്രോമസോംസും തികച്ചും സ്വതന്ത്രമായി ഓപ്പോസിറ്റ് പോൾസിലേക്ക് പോകുന്നത് കാണാമല്ലോ. ഇത് മനസ്സിലാക്കാനാണ് 4 നിറത്തിലുള്ള ക്രോമസോമുകളെ കാണിച്ചിരിക്കുന്നത്. ഇടതും വലതുമുള്ള ടേബിൾസ് വിശകലനം ചെയ്യുക, കമ്പയർ ചെയ്യുക. ഇടത് ടേബിളിൽ ഓറഞ്ചും പച്ചയും കൂടെ മഞ്ഞയും ചുവപ്പും ക്രോമസോമുകൾ കാണാം. ഇവ ഒരുമിച്ച് വേർപിരിഞ്ഞ് വ്യത്യസ്ത ധ്രുവങ്ങളിലേക്ക് പോകുന്നു. ഇതാണ് പോസിബിലിറ്റി 1. ഇനി വലതുവശത്തെ ടേബിളിൽ ഓറഞ്ചും ചുവപ്പും പിന്നെ മഞ്ഞയും പച്ചയും ക്രോമസോമുകൾ കാണാം. ഇവ ഒരുമിച്ച് വേർപിരിഞ്ഞ് വ്യത്യസ്ത ധ്രുവങ്ങളിലേക്ക് പോകുന്നു. ഇതാണ് പോസിബിലിറ്റി 2. ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റിലെ 2 പോസിബിലിറ്റികളാണ് ആ ചിത്രങ്ങളിൽ കാണിച്ചിരിക്കുന്നത്. ഓരോ ഹോമലോഗസ് പെയർ ക്രോമസോമുകൾ എങ്ങനെയൊക്കെ അനാഫേസ് സമയത്ത് ഓപ്പോസിറ്റ് പോൾസിലേക്ക് ചലിക്കുന്നു എന്ന് അവിടെ വിശകലനം ചെയ്തിരിക്കുന്നു. ശ്രദ്ധയോടെ നോക്കി മനസ്സിലാക്കുക. ഇനി ഇതേ സെല്ലുകൾ മിയോസിസ് 2-ലെ അനാഫേസ് 2-ലേക്ക് കടക്കുമ്പോൾ സ്പിൻഡിൽ ഫൈബേഴ്സിൻ്റെ കൺട്രാക്ഷൻ കാരണം സെൻട്രോമിയർ കട്ടായി ക്രൊമാറ്റിഡ്സുകൾ വേർപിരിയുന്നു. അങ്ങനെ ഉണ്ടാകുന്ന 4 വ്യത്യസ്ത ക്രൊമാറ്റിഡുകളും അവയുടെ ഹോമലോഗസ് പെയറുകളും വ്യത്യസ്ത ഗ്യാമേറ്റുകളിലേക്ക് പോകുന്നു. ഇങ്ങനെ 4 വ്യത്യസ്ത ഗ്യാമേറ്റുകൾ ഉണ്ടാകുന്നു. അതും നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പോസിബിലിറ്റി 2-ൽ നമുക്ക് ക്രോമസോമുകളുടെ ഷഫിളിങ്ങും നിങ്ങൾക്ക് കാണാം. ഇതിനാൽ എല്ലാ ടൈപ്പ് ക്രോമസോമുകൾ അടങ്ങുന്ന ഗ്യാമേറ്റുകളും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിൻ്റെ എക്സ്പെരിമെൻ്റൽ പ്രൂഫിലേക്ക് കടക്കാം.
The experimental proof of chromosomal theory of inheritance. Chromosomal theory of inheritance was experimentally proved by Thomas Hunt Morgan. T.H. Morgan is known as father of experimental genetics. His experimental material was fruit fly. മലയാളത്തിൽ ഇതിനെ പഴ ഈച്ച എന്ന് പറയുന്നു. പഴങ്ങളിൽ കാണുന്ന ഈച്ചയാണ് പഴ ഈച്ച. The scientific name of fruit fly is Drosophila melanogaster. The chromosome number of Drosophila is 8. That is, it has 4 pair homologous chromosomes. ഇനി ആ ടേബിൾ ശ്രദ്ധിക്കുക. T.H. Morgan experimentally proved chromosome theory of inheritance by using fruit flies, which is scientifically known as Drosophila melanogaster. T.H. Morgan selected Drosophila as the experimental material because of the following reasons. 1. They can grow on simple synthetic medium in the laboratory. 2. Fruit fly completes its life cycle within 2 weeks, very short lifespan. 3. A single mating of fruit fly can produce large number of progenies. 4. In fruit flies, there is a clear sex differentiation. That is, male and female flies are easily distinguishable. Example, male is smaller than female. It is a kind of sexual dimorphism. ആ ചിത്രം ശ്രദ്ധിക്കുക. നിങ്ങൾക്കവിടെ മെയിൽ ഫീമെയിൽ ഫ്ലൈസ് കാണാം. മെയിൽ ചെറുതാണ്, ഫീമെയിൽ വലുതാണ്. 5. It has many hereditary variations and these variations can be easily identified with a low power microscope. Due to these 5 reasons, T.H. Morgan selected Drosophila as the experimental material for his chromosomal theory of inheritance. Now, we can discuss about the second major topic, linkage. Before learning about the linkage, we must know that where the genes are located in a chromosome. In an organism, a gene is located at a particular place in a chromosome, which is called locus. ആ ഡയഗ്രങ്ങൾ ശ്രദ്ധിക്കുക. ക്രോമസോംസിൽ ചില ഷെയ്ഡഡ് റീജിയൻസ് കാണാം. ഇതൊക്കെയാണ് വ്യത്യസ്ത ജീനുകളിലിരിക്കുന്ന ലോസൈ. നിങ്ങളത് കണ്ട് മനസ്സിലാക്കുക. ലിങ്കേജ് ഈസ് ദ ഫിസിക്കൽ അസോസിയേഷൻ or existence of 2 or more genes in the same chromosome. Linkage is defined as the physical association or existence of 2 or more genes in the same chromosome. Linkage was discovered by Bateson and Punnett in Lathyrus odoratus, which is the scientific name of sweet pea. The strength of linkage is mainly depends on the physical distance between the linked genes. That is, strength of linkage increases with decrease in distance between, that means physical distance between the linked genes. And the strength of linkage decreases with increase in physical distance between the linked genes. ഒന്നുകൂടെ പറയാം. Linkage strength is mainly depends on the physical distance between the linked genes. That is, strength of linkage increases with decrease in distance between the linked genes, and strength of linkage decreases with increase in distance between the linked genes. So, we can summarize the strength of linkage as this. Linkage strength is, or strength of linkage is, inversely proportional to the physical distance between the linked genes in a chromosome.
Linkage strength is inversely proportional to the physical distance between the linked genes in a chromosome. അതായത് ഒരു ക്രോമസോമിൽ രണ്ടോ അതിലധികമോ ജീനുകൾ വന്നാൽ അവയെ ലിങ്ക്ഡ് ജീനുകൾ എന്ന് പറയുന്നു. മാത്രമല്ല ഈ പ്രതിഭാസത്തിനെ ലിങ്കേജ് എന്നും പറയുന്നു. ലിങ്കേജ് കണ്ടുപിടിച്ചത് ബെയ്റ്റ്സൺ ആൻഡ് പുന്നറ്റ് എന്നീ രണ്ട് ശാസ്ത്രജ്ഞന്മാരാണ്. ഇവർ രണ്ടുപേരും ജനിതക ശാസ്ത്രജ്ഞന്മാരാണ്. അവർ കണ്ടുപിടിച്ച ഈ ലിങ്കേജ് കണ്ടെത്തിയ സസ്യം എന്ന് പറയുന്നത് സ്വീറ്റ് പീ ആണ്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ലാത്തറസ് ഓഡറേറ്റസ്. ഇനി നമുക്ക് ലിങ്കേജ് സ്ട്രെങ്ത്തും ജീനുകൾക്കിടയിലെ ദൂരവും തമ്മിലുള്ള ബന്ധം പഠിക്കാം. അതായത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിങ്കേജ് സ്ട്രെങ്ത് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലിങ്ക്ഡ് ജീൻസ്. ലിങ്ക്ഡ് ജീനുകൾക്കിടയിലെ ദൂരം കൂടിയാൽ ലിങ്കേജ് സ്ട്രെങ്ത് കുറയുന്നു. അതുപോലെ ലിങ്ക്ഡ് ജീനുകൾക്കിടയിലെ ദൂരം കുറഞ്ഞാൽ ലിങ്കേജ് സ്ട്രെങ്ത് കൂടുകയും ചെയ്യുന്നു. അതായത് ദ സ്ട്രെങ്ത് ഓഫ് ലിങ്കേജ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ ഫിസിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലിങ്ക്ഡ് ജീൻസ് എന്ന് പറയാം. അതായത് ലിങ്കേജിൻ്റെ ബലം എന്ന് പറയുന്നത് ലിങ്ക്ഡ് ജീനുകൾക്കിടയിലുള്ള ഫിസിക്കൽ അകലം അല്ലെങ്കിൽ ഭൗതിക അകലത്തിൽ പൂർണ്ണമായും അധിഷ്ഠിതമാണെന്ന് നമുക്ക് പറയാം. ഇനി ആ ലെഫ്റ്റ് സൈഡിലെ ഡയഗ്രാം ശ്രദ്ധിക്കൂ. അതിലെ ആദ്യ ചിത്രം ഒരു ക്രോമസോമിലെ ജീൻ 1, ജീൻ 2 ഇവയെ കാണിക്കുന്നു. ഈ രണ്ട് ജീനുകളും ലിങ്ക്ഡ് ആണല്ലോ, കാരണം ഈ രണ്ട് ജീനുകളും കാണുന്നത് ഒരേ ക്രോമസോമിലാണ്. ഇവയ്ക്കിടയിലെ ഫിസിക്കൽ ഡിസ്റ്റൻസ് തീരെ കുറവുമാണ്. അതിനാൽ ലിങ്കേജ് സ്ട്രെങ്ത് വളരെ കൂടുതൽ ആയിരിക്കും. ശ്രദ്ധിക്കുക. ഇനി ആ ചിത്രത്തിലെ രണ്ടാമത്തെ പിക്ചർ നോക്കൂ. ജീൻ 1, ജീൻ 2 ഇവ രണ്ടും വ്യത്യസ്ത ക്രോമസോമുകളിൽ ഡിഫറൻറ്റ് ക്രോമസോമുകളിലാണ് കാണുന്നത്. അതിനാൽ ആ ജീനുകൾ അൺലിങ്ക്ഡ് ആണ്. സോ ഇവിടെ ലിങ്കേജ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ലിങ്കേജ് സ്ട്രെങ്ത്തിന് പ്രസക്തിയും ഇല്ല. ഇനി ചിത്രം 3 കാണുക. ജീൻ 1, ജീൻ 2 ഇവയ്ക്കിടയിലെ ഫിസിക്കൽ ഡിസ്റ്റൻസ് വളരെ കൂടുതലാണല്ലോ. അതിനാൽ ലിങ്കേജ് സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? രണ്ട് ജീനുകൾക്കിടയിലെ ഫിസിക്കൽ ഡിസ്റ്റൻസ് കുറയുന്നതനുസരിച്ച് ലിങ്കേജ് സ്ട്രെങ്ത് കൂടുന്നു. ഫിസിക്കൽ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ലിങ്കേജ് സ്ട്രെങ്ത് കുറയുന്നു. ലിങ്കേജ് തുടരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ലിങ്ക്ഡ് ജീൻസ് ആർ സെഗ്രിഗേറ്റഡ്. എങ്ങനെയാണ് ലിങ്ക്ഡ് ജീനുകൾ സെഗ്രിഗേറ്റ് ചെയ്യപ്പെടുന്നത്? According to law of independent assortment, if the genes are in different chromosomes that control different characters will surely segregate independently. Whereas if the genes are in same chromosome, also known as linked genes, that control different characters, there are two possibilities of independent segregation. One, these linked genes may segregate independently. Two, these linked genes may not segregate independently. The reasons for these two possibilities are linkage and crossing over. അതായത് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് അനുസരിച്ച് വ്യത്യസ്ത ക്രോമസോമുകളിലെ വ്യത്യസ്ത സ്വഭാവങ്ങളെ നിർണ്ണയിക്കുന്ന ജീനുകൾ 100% ഇൻഡിപെൻഡൻ്റായി സെഗ്രിഗേറ്റ് ചെയ്യുന്നു. എന്നാൽ ഒരേ ക്രോമസോമിലെ വ്യത്യസ്ത സ്വഭാവങ്ങളെ നിർണ്ണയിക്കുന്ന ലിങ്ക്ഡ് ജീനുകൾ സ്വതന്ത്രമായി സെഗ്രിഗേറ്റ് ചെയ്യാനും സ്വതന്ത്രമായി സെഗ്രിഗേറ്റ് ചെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. ഇതിന് കാരണം ലിങ്കേജും ക്രോസിംഗ് ഓവറും ആണ്. ഇത് എങ്ങനെയാണെന്ന് നമുക്കിനി പരിശോധിക്കാം. 1, 2, 3 ചിത്രങ്ങൾ കാണുക. ചിത്രം 1-ൽ എ
ബി ജീനുകൾ അൺലിങ്ക്ഡ് ആണല്ലോ, കാരണം അവ വ്യത്യസ്ത ക്രോമസോമുകളിലാണ് കാണുന്നത്. ഈ ജീനുകൾ 100% ഇൻഡിപെൻഡൻ്റായി സെഗ്രിഗേറ്റ് ചെയ്യുന്നു, കാരണം അവ അൺലിങ്ക്ഡ് ആണ്. ചിത്രം 2-ൽ എ ബി ജീനുകൾ ശ്രദ്ധിക്കുക. ഒരു ക്രോമസോമിലെ തന്നെ ലിങ്ക്ഡ് ജീനുകളാണ് എയും ബിയും. എന്നാൽ ഇവയ്ക്കിടയിലെ ഭൗതിക അകലം വളരെ കൂടുതലാണ്, അതായത് ഇൻകംപ്ലീറ്റ് ലിങ്കേജ്. ഇത്തരം ജീനുകൾക്ക് ഇടയിൽ ക്രോസിംഗ് ഓവർ നടക്കുന്നതിനുള്ള സ്പേസ് ധാരാളം ഉണ്ട്. അതിനാൽ ഇവ ഇൻഡിപെൻഡൻ്റായി സെഗ്രിഗേറ്റ് ചെയ്യും. ഇനി ചിത്രം 3 ശ്രദ്ധിക്കുക. എ ബി ജീനുകൾ ഒരു ക്രോമസോമിൽ തന്നെയാണ് ഇവിടെയും കാണുന്നത്. എന്നാൽ ഇവ വളരെ അടുത്തായിട്ടാണ് കാണുന്നത്. ഇവയ്ക്കിടയിലെ ഭൗതിക അകലം വളരെ കുറവാണ്. അതുകൊണ്ട് ഇവ കംപ്ലീറ്റ് ലിങ്കേജ് കാണിക്കുന്നു. ഇവയ്ക്ക് ഇടയിലെ സ്പേസ് കുറവായതിനാൽ അല്ലെങ്കിൽ ഭൗതിക അകലം കുറവായതിനാൽ ക്രോസിംഗ് ഓവർ നടക്കില്ല. അതിനാൽ ഇൻഡിപെൻഡൻ്റ് ആയി സെഗ്രിഗേറ്റ് ചെയ്യില്ല. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: ജീനുകൾ വ്യത്യസ്ത ക്രോമസോമുകളിൽ ആണെങ്കിൽ അവ അൺലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് 100% ഇൻഡിപെൻഡൻ്റായി സെഗ്രിഗേറ്റ് ചെയ്യും. എന്നാൽ ലിങ്ക്ഡ് ജീനുകളുടെ കേസിൽ ഈ ജീനുകൾ തമ്മിലുള്ള ഭൗതിക അകലം കൂടുതലാണെങ്കിൽ ക്രോസിംഗ് ഓവർ സാധ്യത കൂടുന്നു. അതിനാൽ ഇൻഡിപെൻഡൻ്റായി സെഗ്രിഗേറ്റ് ചെയ്യുന്നു. ഇനി ഈ ജീനുകൾക്കിടയിലുള്ള ഭൗതിക അകലം വളരെ കുറവാണെങ്കിൽ ഇവ കംപ്ലീറ്റ് ലിങ്കേജ് കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്രോസിംഗ് ഓവർ നടക്കുകയില്ല. അതിനാൽ ഇൻഡിപെൻഡൻ്റായി സെഗ്രിഗേറ്റ് ചെയ്യാനും സാധിക്കുകയില്ല. ഇനി എന്താണ് ലിങ്കേജ് ഗ്രൂപ്പ് എന്ന് നമുക്ക് പഠിക്കാം. All the genes which are located on the same chromosomes are called linked genes because these genes are linked together. So, during inheritance, these linked genes are transmitted to the progenies altogether. The number of linkage groups is equal to haploid number of chromosomes. So, the number of linkage groups in Drosophila is the chromosome number of Drosophila is 8. So, the linkage groups in Drosophila is 4, the haploid number. അതായത് ഒരു ക്രോമസോമിലെ എല്ലാ ലിങ്ക്ഡ് ജീനുകളും പാരമ്പര്യ സ്വഭാവങ്ങളുടെ പ്രേക്ഷണ സമയത്ത് സന്തതികളിലേക്ക് ഒരുമിച്ച് മാറ്റപ്പെടുന്നു. ഒരു ജീവിയിലെ ലിങ്കേജ് ഗ്രൂപ്പ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ക്രോമസോം നമ്പർ ആയിരിക്കും. ഉദാഹരണമായി ഡ്രോസോഫില എടുത്താൽ അതിൻ്റെ ക്രോമസോം നമ്പർ 8 ആണ്. ഹാപ്ലോയിഡ് നമ്പർ 8ൻ്റെ നേർപകുതിയായ 4 ആണ്. സോ ദ നമ്പർ ഓഫ് ലിങ്കേജ് ഗ്രൂപ്പ്സ് ഇൻ ഡ്രോസോഫില ഈസ് 4, അതായത് ഹാപ്ലോയിഡ് നമ്പർ. ആ ടേബിൾ ശ്രദ്ധിക്കുക. അവിടെ ചില ഓർഗാനിസംസിൻ്റെയും അവയുടെ ലിങ്കേജ് ഗ്രൂപ്പ്സിൻ്റെയും എണ്ണം പ്രതിദാനം ചെയ്തിരിക്കുന്നു. ആദ്യമായി ഡ്രോസോഫില നോക്കാം. ഡ്രോസോഫിലയുടെ ക്രോമസോം നമ്പർ 8 ആണ്, ഹാപ്ലോയിഡ് നമ്പർ 4. അതുകൊണ്ട് തന്നെ ലിങ്കേജ് ഗ്രൂപ്പ്സിൻ്റെ എണ്ണം 4. മനുഷ്യൻ്റെ ക്രോമസോം നമ്പർ 46 ആണ്, ഹാപ്ലോയിഡ് നമ്പർ 23 ആണ്. അതുകൊണ്ട് തന്നെ ലിങ്കേജ് ഗ്രൂപ്പ്സിൻ്റെ എണ്ണവും 23 ആണ്. ഇനി ഗാർഡൻ പി എടുക്കാം. ഗാർഡൻ പിയുടെ ക്രോമസോം നമ്പർ 14 ആണ്, ഹാപ്ലോയിഡ് നമ്പർ നേർപകുതിയായ 7 ആണ്. അതുകൊണ്ട് തന്നെ ലിങ്കേജ് ഗ്രൂപ്പ്സിൻ്റെ എണ്ണവും 7 ആണ്. ഇനി നിങ്ങൾ ആ ചിത്രം കൂടെ ശ്രദ്ധിക്കുക. മുകളിലത്തെ ചിത്രം ശ്രദ്ധിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരു ക്രോമസോമിൽ തന്നെ 3 ജീനുകൾ കാണാം. ഈ 3 ജീനുകളും പരസ്പരം ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവയെ ലിങ്കേജ് ഗ്രൂപ്പ് എന്ന് പറയാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ മൂന്നാമത്തെ പ്രധാന ടോപ്പിക്കായ റീകോമ്പിനേഷനെ കുറിച്ചാണ്. റീകോമ്പിനേഷൻ അഥവാ ജീനുകളുടെ പുനർസംയോജനം. റീകോമ്പിനേഷൻ ഈസ് ദ റീഷഫിളിംഗ് ഓഫ് പാരന്റൽ ജീൻസ് ടു പ്രൊഡ്യൂസ് ന്യൂ ജീൻ കോമ്പിനേഷൻസ് ഇൻ ദ progenies. Recombination occurs during meiosis 1 due to crossing over. Crossing over is the exchange of genes between non-sister chromatids of a pair of homologous chromosomes. ഇത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ തന്നെ പഠിച്ചതാണ്. ക്രോസിംഗ് ഓവർ, റീകോമ്പിനേഷൻ എല്ലാം. ഡ്യൂറിംഗ് ക്രോസിംഗ് ഓവർ paternal and maternal genes were exchanged, which results in the formation of new combination of genes that leads to recombination. അതായത് ഊനഭംഗത്തിലെ പ്രോഫേസ് 1ലെ പാക്കറ്റീൻ സ്റ്റേജിൽ നടക്കുന്ന ക്രോസിംഗ് ഓവർ കാരണം ഹോമലോഗസ് ക്രോമസോംസിലെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ്
കൈമാറ്റപ്പെടുമ്പോഴാണ് അവയിലെ മാതൃപിതൃജീനുകൾ പുനർക്രമീകരിക്കപ്പെടുന്നത്. മാതൃപിതൃജീനുകളുടെ ഈ പുനഃക്രമീകരണമാണ് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം. മാതൃപിതൃജീനുകളുടെ റീഷഫിളിംഗ് അല്ലെങ്കിൽ പുനർക്രമീകരണമാണ് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇത് നടക്കുന്നത് മിയോസിസിലാണ്, മിയോസിസ് 1 മിയോസിസ് 1 അല്ലെങ്കിൽ ഊനഭംഗം 1 പ്രോഫേസ് ഫസ്റ്റിലെ പാക്കറ്റീൻ സ്റ്റേജിൽ നടക്കുന്ന ക്രോസിംഗ് ഓവർ കാരണം ഹോമലോഗസ് ക്രോമസോംസിലെ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇങ്ങനെ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അവയിൽ കാണുന്ന മാതൃപിതൃ ജീനുകൾ പുനർക്രമീകരിക്കപ്പെടുന്നു. മാതൃപിതൃ ജീനുകളുടെ ഈ പുനർക്രമീകരണമാണ്, ക്രോസിംഗ് ഓവർ മൂലം സംഭവിക്കുന്ന ഈ പുനർക്രമീകരണമാണ് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. ആ ചിത്രം ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുക. നിങ്ങൾക്ക് ഈസിയായി ക്രോസിംഗ് ഓവറും റീകോമ്പിനേഷനും മനസ്സിലാകും. ചിത്രം 1 ഹോമലോഗസ് ക്രോമസോം പെയറിംഗ് അഥവാ ബൈവാലൻസ് കാണാം. ഇത് സംഭവിക്കുന്നത് സൈഗോട്ടീൻ സ്റ്റേജിലാണെന്നും നിങ്ങൾക്കറിയാം. ചിത്രം 2 സിനാപ്സിസ് കാണാം. നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സിൽ ക്രോമസോം നടക്കുന്നു. ചിത്രം 3 ക്രോസിംഗ് ഓവർ നടന്ന ശേഷം മെറ്റേണൽ ആൻഡ് പെറ്റേണൽ ജീൻസ് എക്സ്ചേഞ്ച് നടന്നതും നിങ്ങൾക്കവിടെ കാണാം. ഇതാണ് റീകോമ്പിനേഷൻ. നിങ്ങൾക്കവിടെ കാണാം. ചുവപ്പ് ക്രോമസോമിൻ്റെ സിസ്റ്റർ ക്രൊമാറ്റിഡിലെ ഒരു സെഗ്മെൻറ്റ് ബ്ലൂ ക്രോമസോമിൻ്റെ സിസ്റ്റർ ക്രൊമാറ്റിഡിലേക്കും ബ്ലൂ ക്രോമസോമിൻ്റെ സിസ്റ്റർ ക്രൊമാറ്റിഡിലെ ഒരു സെഗ്മെൻറ്റ് റെഡ് ക്രോമസോമിൻ്റെ സിസ്റ്റർ ക്രൊമാറ്റിഡിലേക്കും എക്സ്ചേഞ്ച് ചെയ്തു. ഇങ്ങനെ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡുകളുടെ സെഗ്മെൻറ്റുകൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. ഇതിലൂടെ സംഭവിക്കുന്നതാണ് റീകോമ്പിനേഷൻ, അതായത് റീഷഫിളിംഗ് ഓഫ് മെറ്റേണൽ ആൻഡ് പെറ്റേണൽ ജീൻസ്. So there are 3 reasons for recombination. One is crossing over. 2 is independent assortment. 3 is random fusion of male and female gametes. ജീനുകളുടെ പുനർസംയോജനത്തിന് 3 കാരണങ്ങളുണ്ട്. 1 ക്രോസിംഗ് ഓവർ, 2 ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ്, 3 ബീജങ്ങളുടെ ക്രമരഹിതമായ സംയോജനം. റീകോമ്പിനേഷൻ തുടരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റീകോമ്പിനേഷൻ ഫ്രീക്വൻസിയെക്കുറിച്ചാണ്. അതായത് ജീനുകളുടെ പുനർസംയോജനത്തിൻ്റെ ആവൃത്തിയെക്കുറിച്ച് പഠിക്കാം. Recombination frequency depends on the distance between linked genes on the same chromosome. Recombinant frequency increases with the increase in the physical distance between linked genes on the same chromosome. Similarly, recombination frequency decreases with the decrease in the physical distance between the linked genes on the same chromosome. So, recombination frequency is directly proportional to the physical distance between the linked genes on the same chromosome. അതായത് റീകോമ്പിനേഷൻ ഫ്രീക്വൻസി അഥവാ ജീനുകളുടെ പുനർസംയോജനത്തിൻ്റെ ആവൃത്തി ഒരു ക്രോമസോമിലെ ലിങ്ക്ഡ് ജീനുകളുടെ ഇടയിലെ ഭൗതിക ദൂരത്തിൽ അധിഷ്ഠിതമാണ്. അതായത് ലിങ്ക്ഡ് ജീനുകളുടെ ഇടയിലെ ഭൗതിക അകലം കൂടുന്നതിന് അനുസരിച്ച് റീകോമ്പിനേഷൻ ആവൃത്തി കൂടുന്നു. കാരണം ക്രോസിംഗ് ഓവർ നടക്കാനുള്ള ഭൗതിക അകലം ഇവിടെ ജീനുകളുടെ ഇടയിൽ സുലഭമാണ്.
എന്നാൽ ലിങ്ക്ഡ് ജീനുകളുടെ ഇടയിലെ ഭൗതിക അകലം കുറയുന്നതിനനുസരിച്ച് റീകോമ്പിനേഷൻ ആവൃത്തി കുറയുന്നു. കാരണം ക്രോസിംഗ് ഓവർ നടക്കാനുള്ള ഭൗതിക അകലം ജീനുകളുടെ ഇടയിൽ കുറഞ്ഞു വരുന്നു. ഇത് പഠിച്ചിരിക്കുക. റീകോമ്പിനേഷൻ ഫ്രീക്വൻസിയും ലിങ്ക്ഡ് ജീനുകളുടെ ഇടയിലെ ഭൗതിക അകലവും നേർ അനുപാതത്തിലാണ്. കാരണം ജീനുകളുടെ ഭൗതിക അകലം കൂടുന്നത് ക്രോസിംഗ് ഓവർ സാധ്യത കൂട്ടുന്നു. അതുപോലെ ജീനുകളുടെ ഭൗതിക അകലം കുറയുന്നത് ക്രോസിംഗ് ഓവർ സാധ്യത കുറയ്ക്കുന്നു. ക്രോസിംഗ് ഓവർ നടന്നാലേ പാറ്റേണൽ മെറ്റേണൽ ജീനുകൾ റീഷഫിൾ ചെയ്ത് റീകോമ്പിനേഷൻ നടക്കുകയുള്ളൂ. അതുകൊണ്ട് റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫിസിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലിങ്ക്ഡ് ജീൻസ്. Now we can calculate the recombination frequency. The equation is given below. Recombination frequency is equal to total number of recombinants divided by total number of progenies into 100. Recombination frequency is equal to total number of recombinants divided by total number of progenies obtained into 100. അതായത് ടോട്ടൽ കിട്ടിയ പ്രോജനി എത്രയാണെന്നുള്ളതും അവയിൽ എത്ര എണ്ണം റീകോമ്പിനൻസ് ഉണ്ടെന്നും അറിഞ്ഞാൽ നമുക്ക് റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഈസിയായി കണ്ടെത്താം. മാക്സിമം റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ബിറ്റ്വീൻ ജീൻസ് ഈസ് ഈക്വൽ ടു 50%. ഇത് അറിഞ്ഞിരിക്കണം. 1% ഓഫ് റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ബിറ്റ്വീൻ ജീൻ ഈസ് ഈക്വൽ ടു 1 centimorgan or 1 map unit. റീകോമ്പിനേഷൻ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് സെൻറ്റിമോർഗൻ. 1% റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 centimorgan ആണ്. സെൻറ്റിമോർഗൻ എന്ന അളവ് തോത് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആൽഫ്രഡ് സ്റ്റുവർട്ട് വെന്റ് എന്ന ജനിതക ശാസ്ത്രജ്ഞനാണ്. TH മോർഗൻ്റെ സ്റ്റുഡൻ്റായ ആൽഫ്രഡ് സ്റ്റുവർട്ട് വെന്റ് പരീക്ഷണം നടത്തിയതും ഡ്രോസോഫിലയിലാണ്. അദ്ദേഹം കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് ക്രോമസോം മാപ്പ് പ്രിപ്പറേഷനിലാണ്. ക്രോമസോം മാപ്പ് പ്രിപ്പറേഷനിലൂടെ അദ്ദേഹം ക്രോമസോമിലെ ജീനുകൾക്കിടയിലെ ഫിസിക്കൽ ഡിസ്റ്റൻസ് അളന്ന് കണ്ടുപിടിച്ചു. ഇതിന് നൽകിയ അളവാണ് അല്ലെങ്കിൽ യൂണിറ്റാണ് സെൻറ്റിമോർഗൻ അഥവാ മാപ്പ് യൂണിറ്റ്. 1 മാപ്പ് യൂണിറ്റ് ഈസ് ഈക്വൽ ടു 1% റീകോമ്പിനേഷൻ ആണ്. ഇതൊരു ഫോർമുലയാണ്, മനസ്സിൽ വയ്ക്കുക. ഇനി നിങ്ങൾ ആ ചിത്രം ശ്രദ്ധിക്കൂ. ആ ചിത്രത്തിൽ നിങ്ങൾക്ക് ഡ്രോസോഫിലയിലെ ക്രോമസോം മാപ്പ് കാണാം. ഈ മാപ്പ് പ്രിപ്പയർ ചെയ്ത് ജീനുകൾക്കിടയിലെ അകലം മനസ്സിലാക്കിയത് ആൽഫ്രഡ് സ്റ്റുവർട്ട് വെന്റ് ആണ്. ഇനി ആ ജീനുകളായ Y, W, M ഇവ ശ്രദ്ധിക്കൂ. ഈ 3 ജീനുകളും ഫ്രൂട്ട് ഫ്ലൈസിൽ 3 ട്രെയ്റ്റുകളെ നിർണ്ണയിക്കുന്നു. Y ജീൻ ബോഡി കളറിനെയും, W ജീൻ ഐ കളറിനെയും, M ജീൻ വിങ് സൈസിനെയും നിർണ്ണയിക്കുന്നു. ഇനി നമുക്ക് ഈ ജീനുകൾക്കിടയിലെ ഡിസ്റ്റൻസ് പരിശോധിക്കാം. ആ ചിത്രം ശ്രദ്ധിക്കുക. Y, W ജീനുകൾക്കിടയിലെ അകലം 1.3 സെൻറ്റിമോർഗൻ ആണല്ലോ. സോ recombination frequency between Y and W gene is 1.3%. അതുപോലെ W, M എന്നീ ജീനുകൾക്കിടയിലെ അകലം 37.2 സെൻറ്റിമോർഗൻ ആണല്ലോ. അതുകൊണ്ട് W, M ജീനുകൾക്കിടയിലെ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി 37.2% ആണ്. ഇനി Y, M ജീനുകൾക്ക് ഇടയിലെ ദൂരം കണക്കാക്കാം. 1.3 സെൻറ്റിമോർഗൻ പ്ലസ് 37.2 സെൻറ്റിമോർഗൻ. ആ ചിത്രം ശ്രദ്ധിക്കുക. ഈ 2 വാല്യൂസ് കൂട്ടിയാൽ നമുക്ക് Y, M എന്നീ ജീനുകൾക്കിടയിലെ ഫിസിക്കൽ ഡിസ്റ്റൻസ് കിട്ടും. ദാറ്റ് ഈസ് 38.5 സെൻറ്റിമോർഗൻ. സോ ദ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ബിറ്റ്വീൻ Y ആൻഡ് M ഈസ് ഈക്വൽ ടു 38.5%. ഇങ്ങനെ ക്രോമസോം മാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ജീനുകൾക്ക് ഇടയിലെ ഡിസ്റ്റൻസ് മനസ്സിലാക്കി റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഈസിയായി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം.
ഇത് സ്റ്റുവർട്ട് വെൻറ്റ്, ആൽഫ്രഡ് സ്റ്റുവർട്ട് വെൻറ്റിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. ടി.എച്ച്. മോർഗൻസ് ഡൈഹൈബ്രിഡ് ക്രോസസ് ഇൻ ഡ്രോസോഫില. ഗ്രിഗർ മെൻഡൽ പൈസം സെറ്റൈവത്തിൽ ഡൈഹൈബ്രിഡ് ക്രോസ് നടത്തിയതുപോലെ തന്നെ ടി.എച്ച്. മോർഗൻ ഡ്രോസോഫിലയിലും ഡൈഹൈബ്രിഡ് ക്രോസുകൾ നടത്തി. ഡൈഹൈബ്രിഡ് ക്രോസിനായി ടി.എച്ച്. മോർഗൻ പരിഗണിച്ച ഡ്രോസോഫിലയുടെ ട്രെയ്റ്റ്സുകൾ ആ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഹി സ്റ്റഡീഡ് 3 മേജർ ക്യാരക്ടേഴ്സ് ഇൻ ഫ്രൂട്ട് ഫ്ലൈ. 1 ബോഡി കളർ, 2 ഐ കളർ, 3 wing size. All these characters have dominant traits and recessive traits. Dominant trait is also called wild type. Wild type is indicated by plus sign, recessive trait without plus sign. In the case of body color, brown body is the dominant trait, that is the wild type, which is represented by allele Y plus. Yellow body is the recessive trait represented by allele Y. In the case of eye color, red eye is the dominant trait which is the wild type represented by the allele W plus. White eye is the recessive trait represented by W. In the case of wing size, normal wing is dominant trait which is the wild type represented by allele M plus. And miniature wing, which is the recessive trait represented by M. ടി.എച്ച്. മോർഗൻ ഡ്രോസോഫിലയിലെ 3 ക്യാരക്ടറുകൾ പരിഗണിച്ചു. അവയാണ് ശരീരത്തിൻ്റെ നിറം, കണ്ണിൻ്റെ നിറം, ചിറകിൻ്റെ വലിപ്പം. ഇവ ഒന്നാമതായി ശരീരത്തിൻ്റെ നിറം എടുത്താൽ പ്രകടഗുണമായ ബ്രൗൺ ബോഡി വൈൽഡ് ടൈപ്പാണ്. അതിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന അലീൽ Y പ്ലസ് ആണ്. ഗുപ്തഗുണമായ യെല്ലോ ബോഡി റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന അലീൽ Y ആണ്. കണ്ണിൻ്റെ നിറം പരിഗണിച്ചാൽ ഇതിൻ്റെ പ്രകടഗുണമായ റെഡ് ഐ വൈൽഡ് ടൈപ്പാണ്. റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന അലീൽ W പ്ലസ്. ഗുപ്തഗുണമായ വൈറ്റ് ഐ റിസസീവ് ട്രേറ്റ് ആണ്. റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന അലീൽ W. ഇനി ചിറകിൻ്റെ വലിപ്പം പരിഗണിച്ചാൽ പ്രകടഗുണമായ നോർമൽ വിങ് വൈൽഡ് ടൈപ്പാണ്. റെപ്രസെൻറ്റഡ് ബൈ അലീൽ M പ്ലസ്. ഗുപ്തഗുണമായ മിനിയേച്ചർ വിങ് റെപ്രസെൻറ്റഡ് ബൈ അലീൽ M. ഇത് നന്നായി മനസ്സിലാക്കിയിരിക്കുക. ഡൈഹൈബ്രിഡ് ക്രോസ് പഠിക്കുമ്പോൾ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സും അവയുടെ ട്രെയ്റ്റുകളും അവയുടെ അലീലുകളും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് വിശദമായി ക്രോസ് മനസ്സിലാകുകയുള്ളൂ. താഴെയുള്ള ചിത്രത്തിൽ ഡ്രോസോഫിലയുടെ XY ക്രോമസോമുകൾ കാണാം. ഇനി ഈ പറഞ്ഞ ജീനുകളെല്ലാം കാണുന്നത് X ക്രോമസോമിൽ മാത്രമാണ്. Y ക്രോമസോമിൽ ഈ പറഞ്ഞ ഒരു ജീനുകളും കാണുന്നില്ല. ഈ പോയിന്റും വളരെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. അതായത് ഡ്രോസോഫിലയിൽ XY ക്രോമസോമുകളുണ്ട്. ഇവ രണ്ടും സെക്സ് ക്രോമസോമുകളാണ്. X ക്രോമസോമിലാണ് ഈ പറയുന്ന ജീനുകളും അലീലുകളും എല്ലാം കാണുന്നത്. Y ക്രോമസോമിൽ ഒരു ജീനും അതിൻ്റെ അലീലുകളും കാണുന്നില്ല. ഇത് വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കിയിരിക്കുക. നേരത്തെ പഠിച്ചതുപോലെ തന്നെ സ്റ്റുവർട്ട് വെൻറ്റിൻ്റെ ക്രോമസോം മാപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഈ ക്രോമസോം മാപ്പ് അനുസരിച്ച് ജീനുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഇവ മനസ്സിലാക്കുക. ജീനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുമ്പോൾ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കൂടുന്നുവെന്നും മനസ്സിലാക്കണം. കാരണം ഇവിടെ ക്രോസിംഗ് ഓവറിൻ്റെ ചാൻസസ് വളരെ കൂടുതലാണ്. ടെക്സ്റ്റ് ബുക്കിലെ ടി.എച്ച്. മോർഗൻ്റെ ക്രോസ് ചിത്രം കാണുക. റൈറ്റ് സൈഡിൽ നിങ്ങൾക്കത് കാണാം. ഇതിൻ്റെ വിശദീകരണത്തിനായി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ഇത് ഒരു ലോങ് സ്ലൈഡാണ്. നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക. വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഡ്രോസോഫിലയിലെ ടി.എച്ച്. മോർഗൻ നടത്തിയ ഡൈഹൈബ്രിഡ് ക്രോസുകൾ മനസ്സിലാവുകയുള്ളൂ. ടി.എച്ച്. മോർഗൻസ് ഡൈഹൈബ്രിഡ് ക്രോസസ് ഇൻ ഡ്രോസോഫില, എ ഡീറ്റെയിൽഡ് സ്റ്റഡി. Dihybrid cross means crossing of two organisms with 4 different traits of 2 characters. ഇത് നമുക്കറിയാവുന്നതാണ്. Here T.H. Morgan selected 3 characters: body color, eye color, wing size, etc. These 3 characters have 2 traits each. In the case of body color, there are 2 traits, brown and yellow.
In the case of eye color, there are two traits, red and white. In the case of wing size, there are two traits, നോർമൽ വിങ് ആൻഡ് മിനിയേച്ചർ വിങ്. ഇത് നമ്മൾ നേരത്തെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. ടി.എച്ച്. മോർഗൻ സെലക്ടഡ് 2 ക്യാരക്ടേഴ്സ് അറ്റ് എ ടൈം. ഒരു സമയം 2 ക്യാരക്ടറാണ് ടി.എച്ച്. മോർഗൻ ഡൈഹൈബ്രിഡ് ക്രോസിനായി പരിഗണിച്ചത്. സോ ഹി പെർഫോംഡ് 2 ക്രോസസ് ടു ഇൻക്ലൂഡ് ഓൾ ദ 3 ക്യാരക്ടേഴ്സ്. ലെറ്റ്സ് ചെക്ക് ദ ക്രോസ് എ. ക്രോസ് എ ശ്രദ്ധിക്കുക. നിങ്ങൾ ആ ചിത്രം വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുക. എന്നിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. ടി.എച്ച്. മോർഗൻ സെലക്ടഡ് 2 characters in Drosophila, body color and eye color. In cross A, T.H. Morgan crossed 2 fruit flies. One female fly with a yellow body, white eye, with a male fly having brown body and red eye, which is the wild type, that is dominant traits. Dominant character brown body is represented by allele Y plus. Recessive character yellow body is represented by allele Y. Similarly, dominant character red eye is represented by allele W plus. Recessive character white eye is represented by allele W. All the genes are only present in X chromosome. No genes are present in Y chromosome. ഇതൊന്ന് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇൻ ഡ്രോസോഫില മെലനോഗാസ്റ്റർ all these genes are present only in X chromosome. No such genes are present in Y chromosome. ഇനി ഗാമേറ്റ് ഫോർമേഷൻ നോക്കാം. ദ ഫീമെയിൽ ഫ്ലൈ പ്രൊഡ്യൂസസ് ഓൺലി 1 type of gamete with X chromosome having the allele YW, Y and W. The male fly also produces 2 gametes, one with the X chromosome having Y plus and W plus alleles, and another gamete with the Y chromosome without any alleles. So, male fly produces 2 gametes, one with the X chromosome and another one with the Y chromosome. These male and female gametes fused together and results in the formation of F1 progenies. Let us check the possibilities of gamete fusion and the formation of F1 progenies. The female gamete having X chromosome with the Y and W fused with the male gamete having X chromosome with the Y plus and W plus results in the formation of a progeny with the 2 X chromosomes, one with the Y and W and another one with the Y plus and W plus. The phenotype expressed is dominant, that is wild trait, which is brown bodied, red eyed female fly with 2 X chromosomes. Similarly, female gamete with X chromosome having Y and W alleles fused with another male gamete having Y chromosome without any allele and resulted in the formation of a progeny fly with yellow body, white eye, male fly with XY chromosomes. ചിത്രം ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുക. So, 2 progenies of F1 include a brown-bodied, red-eyed female fly and a yellow-bodied, white-eyed male fly. Then, T.H. Morgan intercrossed F1 progenies to raise F2 progenies. Let's check the types of gametes and possibilities of gamete fusion that leads to the formation of F2 progenies. Let's write down the gametes of F1 female fly. F1 female fly produce
4 types of gametes. We can see these gametes in the picture. Observe the picture. Without any crossing over, female fly produces 2 gametes. ശ്രദ്ധിക്കുക, without any crossing over, female fly produces 2 gametes. One gamete with X chromosome having Y and W alleles, and another gamete with X chromosome having Y plus and W plus alleles. These 2 gametes are formed without any crossing over. If crossing over occurs, then the alleles will be exchanged. This is called recombination. After crossing over, the female fly produces 2 types of gametes. One with X chromosomes having Y and W plus alleles due to the exchange of alleles, and another gamete with X chromosome having Y plus and W alleles due to the exchange of alleles during crossing over. F1 male progeny also produces 2 gametes. They are one gamete with X chromosome having Y and W, another gamete with Y chromosome having no allele. Here no crossing over occur. The gamete fusion of F1 male and female flies results in 8 progenies in the F2 generation. Now let's check the possible combinations of chromosomes in the progenies of F2 generation. ആ ചിത്രം വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നിരീക്ഷിക്കുക. ഇനിയുള്ള ഓരോ സ്റ്റെപ്പും നമുക്ക് ഓരോ ഗ്യാമേറ്റുകളുടെയും ഫ്യൂഷൻ പോസിബിലിറ്റീസ് പരിശോധിക്കാം. ഫസ്റ്റ് ഫീമെയിൽ ഗ്യാമേറ്റ് ഹാവിംഗ് എക്സ് ക്രോമസോം വിത്ത് വൈ ആൻഡ് ഡബ്ല്യു അലീൽസ് ഫ്യൂസ്ഡ് വിത്ത് മെയിൽ ഗ്യാമേറ്റ് ഹാവിംഗ് എക്സ് ക്രോമസോം വിത്ത് വൈ ഡബ്ല്യു അലീൽസ് ആൻഡ് ഫോം എ ഫീമെയിൽ ഫ്ലൈ with X chromosomes with yellow body and white eye. ചിത്രം ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യം ശരിയല്ലേ എന്ന് സ്വയം അനലൈസ് ചെയ്യുക. അതുപോലെ ഫസ്റ്റ് ഫീമെയിൽ ഗാമേറ്റ് ഹാവിംഗ് X chromosome with Y and W alleles can also fused with male gamete having Y chromosome without any allele, leads to the formation of a male fly with the XY chromosomes, which is yellow bodied white eyed on. Ini second female gamete having X chromosome with the alleles Y and W plus fused with the male gamete having Y and W alleles. That leads to the formation of a female fly XX with a yellow body and red eye. The same second female gamete with the X chromosome having Y and W plus alleles fused with the male gamete with the Y chromosome and form a male fly XY with a yellow body and red eye. Similarly, third female gamete with the X chromosome having Y plus and W allele fused with the male gamete having X chromosome with the Y and W alleles leads to the formation of a female fly with a brown body and white eye. Similarly, the third female gamete with X chromosome having Y plus and W allele can also fuse with the male gamete having Y chromosome without any allele, results in the formation of a male fly with a brown body and white eye. ഈ പറയുന്ന ഓരോ പോയിന്റും നിങ്ങൾ ആ ചിത്രത്തിൽ ശ്രദ്ധിച്ചു നോക്കി മനസ്സിലാക്കുക. The fourth female gamete having X chromosome having Y plus and W plus alleles fused with a male gamete having X chromosome with the Y and W alleles and form a fruit fly with a brown body and red eye.
Similarly, the fourth female gamete having X chromosome with Y plus and W plus alleles can also fuse with the male gamete having Y chromosome without any alleles, form a male fly with a brown body and a red eye. ഇങ്ങനെ F2 ജനറേഷനിൽ 4 ഫീമെയിൽ ഫ്ലൈസും 4 മെയിൽ ഫ്ലൈസും ഉണ്ടാകുന്നു. ഇവിടെ ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് റേഷ്യോ 1:1:1:1 ആയിരിക്കും. അതായത് ഇവ മെൻഡേലിയൻ ഡൈഹൈബ്രിഡ് ക്രോസായ 9:3:3:1 നിന്ന് തികച്ചും വ്യതിചലിക്കുന്നു. ഇവിടെ 98.7% റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഉള്ളത് പാരൻ്റൽ ടൈപ്പിനാണ്. ഇവിടെ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി 1.3% മാത്രമാണ്. കാരണം YW ആൻഡ് Y+W+ ജീനുകൾ കംപ്ലീറ്റ്ലി ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് ലിങ്കേജ് സ്ട്രെങ്ത് കൂടുന്നു. ഇതിനാൽ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കുറയുന്നു. ദാറ്റ് ഈസ് 1.3%. ആൽഫ്രഡ് സ്റ്റുവർട്ട് വെൻറ്റിൻ്റെ ക്രോമസോം മാപ്പ് ശ്രദ്ധിക്കുക. ഇനി ക്രോസ് ബി നമുക്ക് പഠിക്കാം. മൂന്നാമത്തെ ക്യാരക്ടറായ വിങ് സൈസ് കൂടെ ഈ ക്രോസിൽ പരിഗണിച്ചിരിക്കുന്നു. അതായത് ക്രോസ് ബിയിൽ പരിഗണിച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ് ഐ കളറും വിങ് സൈസുമാണ്. ഇവിടെ വൈറ്റ് ഐഡ് മിനിയേച്ചർ വിങ് ഉള്ള ഫീമെയിൽ ഫ്ലൈയെ റെഡ് ഐഡ് നോർമൽ വിങ് ഉള്ള, അതായത് ഡോമിനൻ്റ് വൈൽഡ് ടൈപ്പ് വിങ് ഉള്ള മെയിൽ ഫ്ലൈയുമായി മേറ്റ് ചെയ്യുന്നു. ക്രോസ് എ പോലെ തന്നെയാണ് ക്രോസ് ബിയും. ഇത് സ്വയം വിശകലനം ചെയ്യാൻ ശ്രമിക്കുക. ക്രോസ് എ നന്നായി പഠിച്ചാൽ ക്രോസ് ബി വളരെ എളുപ്പമാണ്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചറുമായി ഡിസ്കസ് ചെയ്യാം. F1-ൽ 2 പ്രോജനീസ് ഉണ്ടാകുന്നു. എ ഫീമെയിൽ ഫ്ലൈ വിത്ത് റെഡ് ഐ ആൻഡ് നോർമൽ വിങ് ആൻഡ് എ മെയിൽ ഫ്ലൈ വിത്ത് വൈറ്റ് ഐ ആൻഡ് മിനിയേച്ചർ വിങ്. ഇവയെ തമ്മിൽ ഇന്റർ ക്രോസ് ചെയ്ത് F2 തലമുറ ഉണ്ടാക്കാം. ആ ക്രോസ് കാണുക. ഗ്യാമേറ്റുകൾ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. F2 ഗ്യാമേറ്റുകൾ സംയോജിച്ച് F2 പ്രോജനി ഉണ്ടായിരിക്കുന്നതും F2 പ്രോജനീസിലെ ഓസ്പ്രിങ്സിൻ്റെ ഫീനോടൈപ്പും ജീനോടൈപ്പും എല്ലാം വിശദമായി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രോസ് എയുമായിട്ട് വളരെ സാദൃശ്യമുള്ളതാണ് ക്രോസ് ബിയും. അതുകൊണ്ട് തന്നെ ക്രോസ് എ നന്നായി പഠിച്ചാൽ ക്രോസ് ബി വളരെ ഈസിയായി പഠിക്കാം. Finally, the conclusion of T.H. Morgan's dihybrid crosses in Drosophila. In the first cross, Morgan crossed yellow-bodied, white-eyed female fly with brown-bodied, red-eyed male fly. ഇവയുടെ അലീൽസുകൾ മനസ്സിലാക്കിയിരിക്കുക. In the second cross, Morgan crossed white-eyed miniature winged female fly with red-eyed normal winged male fly. ഇവയുടെയും അലീൽസുകൾ മനസ്സിലാക്കിയിരിക്കുക. In both crosses, Morgan obtained 8 progenies in the F2 generation. Of these 4 were females and other 4 were males. ആ ക്രോസുകൾ ശ്രദ്ധിക്കുക. ഇനി ആ ടേബിൾ ശ്രദ്ധിക്കൂ. ക്രോസ് എയിൽ ക്രോസ് ബിയിലുമായി ഉണ്ടായ മെയിൽ ഫീമെയിൽ ഓസ്പ്രിങ്സുകളുടെ ഫീനോടൈപ്സും അവയുടെ റേഷ്യോസും നിങ്ങൾക്കവിടെ കാണാം. ക്രോസ് എയിലെ F2 ഫീമെയിൽ ഫീനോടൈപ്സ് ആണ് യെല്ലോ വൈറ്റ്, യെല്ലോ റെഡ്, ബ്രൗൺ വൈറ്റ്, ബ്രൗൺ റെഡ് in the ratio 1:1:1:1. Genotype ratio is also same 1:1:1:1. ഇനി F2 മെയിൽ ഫീനോടൈപ്പ് നോക്കാം. യെല്ലോ വൈറ്റ്, യെല്ലോ റെഡ്, ബ്രൗൺ വൈറ്റ്, ബ്രൗൺ റെഡ്. റേഷ്യോ 1:1:1:1. ജീനോടൈപ്പ് റേഷ്യോയും സെയിം ആണ് 1:1:1:1. ക്രോസ് ബി നോക്കുകയാണെങ്കിൽ F2 ഫീമെയിൽ ഫീനോടൈപ്സ് താഴെ പറയുന്നു. വൈറ്റ് മിനിയേച്ചർ, വൈറ്റ് നോർമൽ, റെഡ് മിനിയേച്ചർ, റെഡ് നോർമൽ in the ratio 1:1:1:1. F2 ഫീമെയിൽ ഫീനോടൈപ്സ് ആണെങ്കിൽ വൈറ്റ് മിനിയേച്ചർ, വൈറ്റ് നോർമൽ, റെഡ് മിനിയേച്ചർ, റെഡ് നോർമൽ in the ratio 1:1:1:1. ഇതിൽ നിന്ന് നമുക്കറിയാം
ടി എച്ച് മോർഗൻ ലഭിച്ച റേഷ്യോ 1:1:1:1 ആണ്. ഇത് ഗ്രിഗർ മെറ്റഡിൻ്റെ ഡൈഹൈബ്രിഡ് റേഷ്യോ ആയ 9:3:3:1 നിന്നും തികച്ചും വ്യതിചലിക്കുന്നു. മോർഗൻസ് phenotype ratios are clearly deviates from Greger-Mendel's dihybrid ratio 9:3:3:1. Reasons are: 1. Here factors or genes not segregated independently. 2. Linkage and recombination. Least physical distance, that is complete linkage among the genes, leads to poor recombination. That's why in cross A, recombination frequency was 1.3%. Here, factors for body and eye color show complete linkage, so very less recombinants are formed. More physical distance or incomplete linkage among genes leads to high recombination. That is why in cross B, recombination frequency was 37.2. Here, factors for eye color and wing size show incomplete linkage, so they produce more recombinants, that is 37.2. In the case of eye color and wing size, the genes are located distantly. That means the physical distance between these genes are much higher. Due to this, chances of crossing over is more, so recombination frequency is also very high. That is why 37.2% recombinants are formed in the cross B. So here non-Mendelian inheritance happened due to the complete linkage. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ഇനി തന്നിരിക്കുന്ന അസൈൻമെൻറ്റ്സ് കൂടെ ശ്രദ്ധിക്കുക. Assignments. 1. How many parental and recombinant types formed in a cross between body color and eye color in fruit fly? Why? How much parental and recombinant types formed in a cross between eye color and wing size in fruit fly, and why? 3. According to Sutton and Boveri, the behavior of chromosomes are parallel to the behavior of genes. Explain. What is linkage? How linked genes are segregated? 5. When the physical distance between linked genes in a chromosome decreases, what happened to the following? 1. What happens to the strength of linkage? 2. What happens to the recombination frequency? 3. What is the frequency of crossing over? 5. Linkage leads to non-Mendelian inheritance. Explain with respect to the chromosomal theory of inheritance. 6. Self-calculate the recombination frequency of linked genes Y plus Y, W plus W, M plus M in X chromosomes of Drosophila. ഇതുവരെ ക്ലാസ് ശ്രദ്ധിച്ചു കേട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.